ഇതെന്താ ടി വി ഫോൺ ഒരുമിച്ച് കാണുന്നു? ടി വി ഓഫ് ചെയ്തൂടെ? പപ്പ ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ അഡ്മിഷൻ നോക്കാനായിട്ടൊരു ഏജൻറ്റ് വിളിച്ചായിരുന്നു, ഹർഷ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ 2 മാസം കഴിഞ്ഞാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഞാനപ്പോൾ അവരുടെ അടുത്ത് ഓക്കെ പറഞ്ഞോട്ടെ. അപ്പോൾ യു കെയിൽ ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടുന്ന് ഭയങ്കര ദൂരെ. അത് മാത്രമല്ല എത്ര കണക്കിന് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് അറിയാം. ലോൺ എടുത്തിട്ട് ഞാൻ തന്നെ ഇത് പിന്നെ പോയി അടയ്ക്കണ്ടേ? അത് മാത്രമല്ല അവിടെ എല്ലാവരും ഭയങ്കര ഇംഗ്ലീഷും കാര്യങ്ങളും. എനിക്കാണെങ്കിൽ അതിൻ്റെ ABCD പോലും അറിയത്തില്ല. സൂസനോ? എൻ്റെ പൊന്ന് പപ്പ, ഞാൻ പപ്പയുടെ അടുത്ത് പലവട്ടം പറഞ്ഞോട്ട് ഈ സൂസൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരരുതെന്ന്. പപ്പയ്ക്ക് അറിയില്ല ഞങ്ങൾ തമ്മിൽ ഇല്ലെന്ന്. അപ്പം ഇനി പപ്പ എന്തിനാ എന്നെ പറഞ്ഞ് ഇങ്ങനെ ഡൗട്ട് അടിക്കുന്നേ? എൻ്റെ പൊന്നെ, അപ്പോൾ പപ്പ ഇനി എന്ത് പറഞ്ഞാൽ പോലും എനിക്ക് യുകെയിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതാകുമ്പോൾ ബാംഗ്ലൂർ ആകുമ്പോൾ എനിക്ക് പപ്പേനെ എപ്പോൾ വേണേൽ എനിക്ക് വന്ന് കാണാം. എനിക്ക് എന്താവശ്യമുണ്ട് എനിക്ക് പെട്ടെന്ന് ഓടി വരാൻ പറ്റും. UK എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ 2-3 വർഷം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ പ്ലീസ് പപ്പ ഈ സൂസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം വെറുതെ കോഞ്ഞാട്ടെ ആക്കരുത്. പപ്പയ്ക്ക് തന്നെ അറിയാം ഇപ്പോൾ UK പോയാൽ വലിയ കാര്യമൊന്നും ഇരുന്ന്. ഇവിടുത്തെ മലയാളികൾ എല്ലാവരും യുകെയിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. എനിക്ക് പറ്റത്തില്ല പപ്പ. പപ്പ ഇനി എന്ത് പറഞ്ഞാൽ പോലും എനിക്ക് ബാംഗ്ലൂർ പോയേ പറ്റത്തുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഓൾറെഡി അഡ്മിഷനുള്ള കാര്യങ്ങളായിട്ട് മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ചോദിച്ചിട്ടായിട്ട് ഇവിടെ നിൽക്കുന്നത്. അവൻ എന്നെ വിളിച്ചു പോയി ഞാൻ പിന്നെ എന്താ പറയണ്ടേ? അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പപ്പ എനിക്കൊന്ന് ചെയ്തു തരണം പ്ലീസ്. എൻ്റെ പൊന്ന് പപ്പ, ഞാൻ ഇപ്പോൾ പപ്പയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമെന്ന് വെച്ചോ, UK കിടക്കുന്നത് ഞാൻ എങ്ങനെ ഓടി വരാനാ? പപ്പയ്ക്ക് ഞാനും ഉള്ളു, എനിക്ക് പപ്പയേ ഉള്ളൂ. ഇതാകുമ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ എനിക്ക് എപ്പോഴുള്ള പപ്പ വന്ന് കാണാം. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് 2 ആൾക്ക് നമുക്ക് 2 പേരേ ഉള്ളൂ. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? പപ്പ എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നില്ലേ? ഞാനും എന്തുണ്ടെങ്കിലും പപ്പ അടുത്ത് ഷെയർ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് പപ്പ പ്ലീസ് എനിക്ക് ബാംഗ്ലൂർ പോയേ പറ്റൂ. ഓക്കെ എന്നോ? താങ്ക് യു പപ്പ. ഞാൻ അവരെ വിളിച്ച കാര്യം പറയാം.